ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ 2 ദിവസം മുൻപ് സർക്കാർ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം പിന്നെ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയ ഒട്ടാകെ ഇളക്കി മറിച്ചിരിക്കുകയാണ് സിനിമാ ലോകത്ത് നടക്കുന്ന അനീതികളെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചും. എന്നോട് 1-2 സുഹൃത്തുക്കൾ ചോദിച്ചു, നീ എന്താ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒന്നും സംസാരിക്കാത്തത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്താണ് അതിൽ പറയേണ്ടത്? കാരണം കാലാകാലങ്ങളായിട്ട് പൊതുജനങ്ങൾക്കുൾപ്പെടെ അറിയുന്ന ചില കാര്യങ്ങൾ അത് ഈ പറയുന്ന ജസ്റ്റിസ് ഒരു റിപ്പോർട്ടാക്കി ഗവൺമെന്റിന് കൊടുത്തു. 4.5 വർഷം ഗവൺമെന്റ് അത് സൂക്ഷിച്ചു വെച്ചു. ഇപ്പൊ അത് പ്രസിദ്ധീകരിച്ചു. അതിൽ മേളിൽ അതിന് ഞാനൊരു വാല്യൂ കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതിന് കാരണം ആ റിപ്പോർട്ടിനകത്ത് ആര്, എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ, ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. ഇപ്പൊ ഒരു വീട്ടിൽ പോയിട്ട് ഈ വീട്ടിലുള്ളവർ പീഡനപീഡന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കേണ്ടി വരും. ഇതിലാരാണ് ആരോപിക്കുമ്പോൾ, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ആരാണ് എന്നുകൂടി പറയാനുള്ളൊരു ആർജവം കാണിക്കണം. ഇപ്പൊ ഈ മൊഴി കൊടുത്ത ആൾക്കാരെല്ലാവരും ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. 300ഓളം പേജുകളുള്ള റിപ്പോർട്ടാണെന്ന് കേട്ടു. അതിനകത്ത് പുറത്തു വന്നത് 200 സംതിങ് പേജുകളാണ്. ബാക്കി പേജുകൾ എവിടെ പോയി? ആ പേരുകൾ ആരൊക്കെയാണ്? അപ്പൊ ഇങ്ങനെ ഇരിക്കവെയാണ് ഞാൻ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ശരിക്കും അത് ഈ പറയുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഉത്തരവാണ്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുറെ കാലമായി ഏതൊക്കെയോ നടിമാരെ, ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എവിടേക്കോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു. പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജീവഭയം കാരണം ഇവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല, പരാതിപ്പെട്ടില്ല. ശരിയല്ലേ? ഒരു സംഭവം നടക്കുമ്പോൾ മലയാളികൾക്കെന്നല്ല പൊതുവെ ജനങ്ങൾക്കുള്ളൊരു പ്രശ്നമാണ്, ഒരു സംഭവം നടക്കുമ്പോൾ ആ സമയത്ത് പ്രതികരിക്കാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏതൊരു കാര്യം ഉണ്ടാകുമ്പോൾ എനിക്കും അന്നിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു വരുന്ന ഒരു പ്രവണത കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിലായിക്കോട്ടെ, മറ്റേത് മേഖലയിലും ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഒരു ഗാർഹിക പീഡനം നടന്നു, ഒരാൾ ആത്മഹത്യ ചെയ്താൽ ആ ഒരാഴ്ചയും പത്രങ്ങളിൽ കാണുന്ന വാർത്തകൾ മുഴുവൻ ഇന്ന സ്ഥലത്ത് ഇത്ര വയസ്സുകാരി ആത്മഹത്യ ചെയ്തു, ഇന്ന ആളുടെ ഭാര്യയായിരുന്നു, ഇന്ന സ്ഥലത്ത് ഗാർഹിക പീഡനം കാരണം യുവതി ആത്മഹത്യ ചെയ്തു, ഇന്ന സ്ഥലത്ത് സ്ത്രീധന പീഡനം കാരണം യുവതി ആത്മഹത്യ ചെയ്തു. ഈ വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു കാനയിലെ സ്ലാബ് ഇളകി കിടന്നു ഒരാളതിനകത്ത് വീണ് മരണപ്പെട്ടാൽ പിന്നെ ആ ഒരു 3-4 ദിവസം മുഴുവൻ പത്രവാർത്തകൾ മുഴുവൻ അതായിരിക്കും. ഇതാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ സന്തോഷ് പണ്ഡിറ്റും പറയുന്നത്. അപ്പോൾ എവിടെയാണെന്നോ, ആരാണെന്നോ, എങ്ങനെയാണെന്നോ, എപ്പോഴാണെന്നോ, ആരെയാണെന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ, ചെയ്യപ്പെട്ടത് പ്രമുഖ നടിമാരെ, നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ, ഇതെല്ലാം ചർച്ച ചെയ്തത് പ്രമുഖ ചാനലുകളിൽ. എല്ലാത്തിലും ഒരു പ്രമുഖയുണ്ട്. അവിടെ ഞാൻ പറഞ്ഞു, ആരാണെന്നോ, എന്താണെന്നോ, എങ്ങനെയാണെന്നോ, എവിടെയാണെന്നോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിനകത്തും ഉള്ളത്. അപ്പൊ അതിനകത്ത് എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഉള്ളത്? ഇനി മലയാള സിനിമ ഭരിക്കുന്ന 15 അംഗ പവർ ടീമിന്റെ ലിസ്റ്റ് പുറത്ത് വന്നു കേട്ടോ. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. പവർ ടീമാണ് മലയാള സിനിമ ഭരിക്കുന്നത്. ആണ്, അല്ലെന്ന് തർക്കമില്ല, സമ്മതിച്ചു. പക്ഷേ അത് ആരൊക്കെയാണ് എന്ന് എന്തുകൊണ്ട് പുറത്തു പറയുന്നില്ല? ഈ റിപ്പോർട്ട് പുറത്തുവിട്ടവർക്ക് അത് പറയാനുള്ള ആർജവം ഉണ്ടാവണം. ഇപ്പൊ കുറെ അധികം നടിമാര് മീറ്റു ആരോപണവുമായിട്ട്, അല്ലെങ്കിൽ ഇന്നയാൾ എന്നെ മുറിയിലേക്ക് വിളിച്ചു, ഇന്നയാൾ എന്നെ ഫോൺ ചെയ്ത് അധിക്ഷേപിച്ചു, ഇന്നയാൾ എന്നെ പിന്നീന്ന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇത് എപ്പോഴെങ്കിലൊക്കെ പുറത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ വിഷയം സംഭവിക്കുമ്പോൾ മൗനം പാലിച്ചിട്ട് പിന്നെ വന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പറയുന്നതുകൊണ്ട് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പറയണം. പക്ഷേ പ്രതികരിക്കേണ്ട സമയത്ത് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അപ്പൊ പറയും ആ സമയത്തെ ഷോക്കിൽ നിങ്ങൾക്കറിയുന്ന ആരോടെങ്കിലൊക്കെ പറയാമായിരുന്നല്ലോ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇവിടെ വിശാലമായിട്ട് കിടക്കുകയാണ്. ഇനി പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ ചോദിച്ചില്ല, എന്തുകൊണ്ട് പറയുന്നില്ല? അവിടെ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഇവരത് പറയുന്നില്ല? പേടിച്ചിട്ടാണ്. സൈബർ ബുള്ളിങ്ങിനെ പേടിച്ചിട്ടാണ്. കാരണം ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാൻ പറ്റില്ല. മാന്യമായ ഒരു ഫോട്ടോ ഇട്ടാൽ പോലും അതിന്റെ താഴെ വന്ന് മോശം കമന്റ് ഇടുന്ന ആൾക്കാരുള്ളത്. അപ്പൊ ഇത്തരം വാർത്തകൾ പുറത്തു വിട്ടാൽ അല്ലെങ്കിൽ പുറത്തു വന്ന് സംസാരിച്ചാൽ ആ സംസാരിക്കുന്നവൻ പ്രതിയാക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ആൾക്കാർ പേടിക്കും, സ്ത്രീകൾ പേടിക്കും, പെൺകുട്ടികൾ പേടിക്കും. ഞാനൊരു കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടു. ലൂസിഫർ സിനിമയിൽ അഭിനയിക്കാൻ പോയ പെൺകുട്ടി മഞ്ജു വാര്യരുടെ മകളുടെ വേഷം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിയിട്ട് പുറകെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. ആ കുട്ടി ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അത് പുറത്ത് പറഞ്ഞത് ഇപ്പോഴാണ്, വേറൊരു വാർത്തകളിലൊന്നും കണ്ടിട്ടില്ല. പേടിച്ചിട്ടാ പറയാത്തത്. അപ്പോൾ ഈ റിപ്പോർട്ട്, ഈ കമ്മിറ്റി വന്നതുകൊണ്ട് കുറെ അധികം കാര്യങ്ങൾ പുറത്തേക്ക് വന്നു. പക്ഷേ അതിൽ വ്യക്തതയില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആരാണ് ഈ ആളുകൾ? ഇന്ന് രാവിലെ കേട്ടു മാമുക്കോയ, അങ്ങനെ കുറെ ആളുകളുടെ പേരുകൾ. അപ്പൊ ഇപ്പൊ പേരുകൾ പുറത്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോരുത്തരുടെ അവിടെ ഇടുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അല്ലാതെ ഈ റിപ്പോർട്ടിൽ അതിനെ പറ്റിയുള്ള ഒരു വ്യക്തത പുറത്തു വന്നിട്ടില്ല. ഇനി മലയാള സിനിമ ഭരിക്കുന്ന 15 അംഗ പവർ ടീമിന്റെ ലിസ്റ്റ് പുറത്തു വന്നിട്ടോ. ഉരുക്ക് സതീശൻ, ടിൻഡിമോൻ എന്ന കോടീശ്വരൻ, ചിരഞ്ജീവി IPS, ബ്രോക്കർ പ്രേമചന്ദ്രൻ, പവനായി, കൊപ്ര പ്രഭാകരൻ, അനന്തൻ നമ്പ്യാർ, മുണ്ടക്കൽ ശേഖരൻ, ഹൈദർ മരയ്ക്കാർ, കടയാടി ബേബി, കൊളപ്പുള്ളി അപ്പൻ, മോഹൻ തോമസ്, കീരിക്കാടൻ ജോസ്, ജോൺ ഹോനായി, കീലേരി അച്ചു. ഇത്രയും പേരാണ് ആ 15 പേർ. ശരിക്കും അതൊരു സർക്കാസമാണ് അല്ലേ? അപ്പോൾ ഒരു വാലും തുമ്പുമില്ലാണ്ട് ഒരു റിപ്പോർട്ട് പടച്ചുവിടുന്നു. 15 അംഗ മാഫിയ സംഘമുണ്ട്. ആരൊക്കെയാണ്? പറയൂ. ആ പറയാനുള്ള ധൈര്യം കാണിക്കൂ, അല്ലെങ്കിൽ അത് പുറത്തുവിടാനുള്ള ധൈര്യം കാണിക്കൂ. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? എനിക്ക് തോന്നുന്നത് നാളെ ഈ
റിപ്പോർട്ട് വെച്ച് ഈ പറയുന്ന 15 പേരെ ഭീഷണിപ്പെടുത്തി കാശടിക്കാനുള്ള പരിപാടിയാണോ ഇതിനകത്തുള്ളതെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയുള്ള സംശയങ്ങൾ വരെ വരുന്നുണ്ട്. ഇനി ബാക്കി പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നുമില്ലാത്ത 15 അദൃശ്യരായ മനുഷ്യരാണെന്ന് ഇനിയും ആരും പറയരുത്. നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല. കൂടുതൽ നടിമാർ അക്രമത്തിന് ഇരയായി എന്നതിന് തെളിവുണ്ടത്രേ. പക്ഷേ ആ പ്രമുഖ നടിമാർ കേസ് കൊടുത്തില്ല എന്ന് പറയുന്നു. ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്നും നടിമാർ പറയുന്നു. ഇതൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നടക്കുന്ന സമയത്ത് പുറത്തു പറഞ്ഞാൽ അവസരം നഷ്ടപ്പെടും. എടുത്തു പറയുവാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന സ്ഥലത്ത് ഇന്നൊരാൾ, എന്നാലും ഇവർ പേര് പറയുന്നില്ലല്ലോ, അപ്പൊ ഞാനിവിടെ പേര് പറയുന്നില്ല, ഇന്ന സ്ഥലത്ത് ഇന്നയാൾ അവർക്ക് അവരുടെ മകളെ നടിയാക്കണം, സിനിമയിൽ അഭിനയിപ്പിക്കണം, അതിനെന്ത് വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാണ്. മോളെയല്ല, അവർ തയ്യാറാണ്. എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ പറയാമോ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് അമ്മമാരുടെ ഉള്ളിൽ ഈ കാര്യം കിടപ്പുണ്ട്. എന്തും ചെയ്തും സ്വന്തം മക്കളെ സിനിമയിൽ കയറ്റാം, രക്ഷപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ. ഒരു വിഭാഗം എന്ത് ചെയ്തും എനിക്ക് ചാൻസ് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ. എന്നാൽ ഇതിനെല്ലാം തച്ചുടച്ചുകൊണ്ട് നോ പറയേണ്ടടുത്ത് നോ പറയാൻ ആർജവം കാണിക്കുന്ന പെൺകുട്ടികൾ, സ്ത്രീകൾ, അമ്മമാർ, അതും ഒരു വിഭാഗമുണ്ട്. എവിടെയാണോ നോ പറയേണ്ടത് അവിടെ നോ പറയാൻ പെൺകുട്ടികൾ മടിക്കുന്നത് എന്തുകൊണ്ട്? അവസരം നഷ്ടപ്പെട്ടാലോ എന്ന പേടി. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാലിബർ ഉണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല. ഈ പറയുന്ന കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന സമ്പ്രദായം വർഷങ്ങളായിട്ടുള്ള കാര്യമല്ലേ എന്ന് കരുതിയിട്ട് എല്ലാവരും പോയി ബെഡ്റൂമിൽ ബെഡ് ഷെയർ ചെയ്തിട്ടാണോ അവസരം വാങ്ങുന്നത്? അങ്ങനെയാണോ? ടാലന്റ് കൊണ്ട് അവസരം കിട്ടിയ എത്രയോ ആൾക്കാരുണ്ട്, അവരെ ആരെയും കാണുന്നില്ല. ഇപ്പോൾ ഈ റിപ്പോർട്ട് പ്രകാരം സിനിമകളിൽ അഭിനയിക്കുന്ന നടിമാരെല്ലാവരും സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് സിനിമയിൽ അഭിനയിച്ചത് എന്ന പേര് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കാര്യം ഓരോ കമന്റുകൾ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ മാളവികയുടെ ആ ഒരു വിഷയം വന്നപ്പോൾ അതിന് താഴെ വന്ന കമന്റാണ്, ഓ അപ്പോൾ സാനിയ അയ്യപ്പൻ ഇങ്ങനെയാണ് വാങ്ങിച്ചതല്ലേ, ഈ പറയുന്നവൻ കണ്ടോ? ആലോചിച്ച് നോക്കുക, ഈ റിപ്പോർട്ട് വന്നതിന്റെ പേരിൽ എത്ര സ്ത്രീകൾ, എത്ര പെൺകുട്ടികൾ ആരോപിതരാകുന്നു. ഈ പറയുന്ന പരിപാടി ചെയ്തിട്ടാണ് ചാൻസ് വാങ്ങിച്ചതെന്ന്. ഒരുപാട് പേര് അവരുടെ കഴിവുകൾ കൊണ്ട് ചാൻസ് വാങ്ങിച്ച ആൾക്കാരുണ്ട്, അതല്ലാതെ വാങ്ങിച്ച ആൾക്കാരുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിലെല്ലാവരും ആ ഗണത്തിലേക്ക് പെട്ടുപോവാണ്. മാന്യമായിട്ട് അഭിനയിച്ച് അവനവന്റെ കാര്യം നോക്കി പോകുന്ന ആൾക്കാർ പോലും ഈ പറയുന്ന ഗണത്തിലേക്ക് ഈ ഒരു റിപ്പോർട്ടിന്റെ ബേസിൽ പെട്ടുപോവാണ്. ഈ റിപ്പോർട്ട് വന്നത് മോശമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അത് വന്നപ്പോൾ അതിൽ വ്യക്തത വേണമായിരുന്നു, ഇനിയും വ്യക്തത വേണമായിരുന്നു. ആര്, എന്ത്, എപ്പോ, ആ വ്യക്തത വേണമായിരുന്നു. അതില്ലാണ്ട് കാടടച്ച് വെടിവെക്കുന്ന ഒരു അവസ്ഥ. കുറെ പേരുടെ പേരുകൾ ഇപ്പോൾ വലിച്ചു വാരിടുന്നുണ്ട്, കുറെ പേരുടെ പേരുകൾ. കഴിഞ്ഞിട്ടില്ല, ഇത് ഇനിയുണ്ട്. സിനിമ സ്ക്രീനിൽ U സർട്ടിഫൈഡ് ആണെങ്കിലും പിന്നണിയിൽ A സർട്ടിഫിക്കറ്റ് ആണത്രേ. നടിമാർ ഉറങ്ങിയോ, സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ 10 തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു. ആ വാതിലിൽ മുട്ടലിന് പിന്നിൽ കെയർ ആണ് കെയർ എന്ന് മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ സർവ്വ മേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ട് ഉടനെ കമ്മീഷൻ വെക്കണം. പാവം സിനിമാക്കാരെ മാത്രം മാനം കെടുത്തുന്നത് ശരിയല്ല. രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ചൂഷണം മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ട. കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ MLA, പ്രമുഖ MP എക്സെട്ര ഒക്കെ വന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ അവസ്ഥയാകും. ഇനി വാൽകഷ്ണം, ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ, ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞു വെക്കുന്നത്. പക്ഷേ പുതിയതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാമെന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ട്. സത്യമാണത്. ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഒരുപാട് പേരുടെ മനസ്സിൽ ആ ഒരു ചിന്ത നടപ്പുണ്ട്. ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ്, അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും ആ ഗണത്തിൽ വരില്ല. ഈ റിപ്പോർട്ട് വന്നതിന് പ്രകാരം എല്ലാവരെയും ആ ഗണത്തിലേക്ക് പെടുത്തി എന്ന് വേണം പറയാം. കുറച്ചുനാൾ മുൻപ് നമ്മളൊരു ഇന്റർവ്യൂ കണ്ടു. ഒരു ഷാലു, ആങ്കറുടെ പേര് അതാന്ന് തോന്നുന്നു. ഈ ഷാലു പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ആക്ട്രസിനോട്, നിങ്ങൾക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയത് കിടന്നു കൊടുത്തിട്ടാണോ? അത് അവർ ചോദിക്കാനുള്ള കാരണം അവരുടെ അനുഭവമാണ്. അപ്പോൾ അവരെ വെച്ചിട്ടാണ് എല്ലാവരെയും വിലയിരുത്തുന്നത് എന്ന് ചിന്തിച്ചു പോകും ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക്. എനിവേ, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നെ സംബന്ധിച്ച് നാളുകളായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇനി ഇത് വന്നതിൻ്റെ ബേസിൽ ഇപ്പോൾ കുറച്ച് കോലാഹലങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ കാണാതെയായി തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത്. പത്രമാധ്യമങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ പോയി, കുട്ടിയെ കണ്ടെത്തി, തിരിച്ചു വന്നു ഹേമ കമ്മീഷനിലേക്ക്. നാളെ മറ്റൊരു വാർത്ത കിട്ടുമ്പോൾ അങ്ങോട്ട് പോകും. അത്രേ ഉള്ളൂ ഇതിൻ്റെ വാല്യൂ. ഈ വാർത്തയുടെ വാല്യൂ അത്രേ ഉള്ളൂ, അത്രേ കൊടുക്കുള്ളൂ അവർ. ഇപ്പോൾ ദേ ദുരിതാശ്വാസ ഫണ്ട് കോടികൾ വന്നു, ആരും ചോദിക്കുന്നില്ല ആ ഫണ്ട് കൊടുത്തു തുടങ്ങിയോ, കൊടുത്ത് കഴിയാറായോ, അല്ലെങ്കിൽ എപ്പോഴാണ് കൊടുക്കുന്നത്, എത്ര വെച്ചിട്ടാണ് കൊടുക്കുന്നത്, ഇതൊന്നും ആർക്കും അറിയണ്ട. ഇപ്പോൾ എല്ലാവരും ഹേമ കമ്മീഷന്റെ പിന്നാലെയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ, നല്ല രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാനേ പറ്റൂ. താങ്ക് യു.